അവസാനം സെറ്റാക്കാൻ നോക്കിയത് ഇവളെയാണോടെന്നറിഞ്ഞ് അവർ രണ്ടുപേരും കളിയാക്കിക്കൊണ്ട് ഇവരെ ചെന്ന് വീട്ടിലാക്കും. അതിനുശേഷം സാക്ഷി സന്തോഷത്തി കുറെ മാസത്തിന് ശേഷം എന്റെ അമ്മയുടെ ഫുഡ് അടിക്കുന്നറിഞ്ഞ് അവൾ അവിടെ നിന്ന് വെട്ടിവിഴുങ്ങുമ്പം ഡുവാൻ ഇവൾക്ക് മെസ്സേജ് അയച്ച് അവൻ താമസിക്കുന്ന സ്ഥലത്തിന്റെ പാസ്വേഡ് ഇവൾക്ക് പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് അവളും ഇതെന്തോ സാധനം എന്ന് പറഞ്ഞ് അവനോട് ചോദിക്കുമ്പം അവന് സമയമുള്ളപ്പോൾ ഇവിടേക്ക് വന്നറിഞ്ഞ് അവളുടെ കൂടെ ചാറ്റ് ചെയ്തോണ്ടിരിക്കുമ്പം ഇത് കാണുന്ന ഇവളുടെ അമ്മയാണ്. ഇത്രയ്ക്ക് സന്തോഷത്തിൽ മോൾ ആരുടെ കൂടെ ചാറ്റ് ചെയ്യുന്നതെന്ന് അറിഞ്ഞ് അച്ഛനും അമ്മയ്ക്കും കൂടെ സംശയം വരും ഇവൾക്ക് ബോയ് ഫ്രണ്ട് ആയെന്ന്. അതുകൊണ്ട് അവളും ഈ ഇടയ്ക്കായിട്ട് എനിക്ക് ബോയ് ഫ്രണ്ട് ആയെന്ന് അറിഞ്ഞ് അവൾ ആ കാര്യം സമ്മതിച്ചു കൊടുക്കുമ്പം ഇവർ രണ്ടുപേരും എങ്കിൽ പിന്നെ ആ പയ്യൻ ആരാ, അവൻ എവിടെ വെച്ചാ കണ്ടേന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കുറെ ചോദ്യം ചോദിക്കും. അതുകൊണ്ട് സാങ്ഷ്യാൻ ടെൻഷനായിട്ട് എനിക്കിപ്പോ വിശപ്പില്ല അമ്മയെന്ന് പറഞ്ഞ് അവൾ വരുന്ന റൂമിലേക്ക് അങ്ങ് പോകും. അതിനുശേഷം സാങ്ഷ്യ അവളുടെ ചേട്ടന്റെ ഫ്രണ്ട്സായിട്ടൊക്കെ പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ ഡുവാനെ കണ്ടത് ഇവള് ഭയങ്കര സന്തോഷമാകും. അതിനുശേഷം ഇവർ രണ്ടുപേരും തിരിച്ചൊരുമിച്ചായിരിക്കും വീട്ടിൽ വരുന്നത്. അങ്ങനെ രണ്ടുപേരും റൊമാൻസ് ഒക്കെ ചെയ്തോണ്ട് ഇപ്പൊ കയ്യും പിടിച്ച് ഒന്നിച്ച് വീട്ടിൽ വരുമ്പോഴാണ് അതേസമയം അവള് വീടെത്തി നിറഞ്ഞ് ഇവന് ബായ് പറഞ്ഞ് പോകാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന ഇവളുടെ അമ്മയാണ്. സാക്ഷി നീ എന്തോ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഇവളെ കൈയോടെ അങ്ങ് പൊക്കും. എന്നിട്ട് അവള് വീട്ടിൽ വിളിച്ചോണ്ട് പോയിട്ട് അമ്മയും കുറെ അഡ്വൈസ് ചെയ്ത് അവർക്ക് ഈ ബന്ധത്തിൽ വലിയ താല്പര്യമില്ലെന്ന് പറയും. അപ്പോഴാണ് അവളും അതെന്തോ അമ്മയെന്ന് പറഞ്ഞ് ഇവൾക്ക് ഡുവാനെ പണ്ടോട്ട് ഒത്തിരി ഇഷ്ടമെന്ന് പറയുമ്പം ഇവളുടെ അമ്മ അത് മനസ്സിലാക്കിയിട്ട് ഇവൾക്ക് ഇഷ്ടമാണെങ്കിലും ആ പയ്യന്റെ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് സേഫ്റ്റി അല്ലെന്ന് പറയും. അതായത് ഇവര് ഭയങ്കര റിച്ചാ, പക്ഷെ അവന് പൈസ ഇല്ലാത്തല്ലേ വിഷയം. അവന്റെ പുറകെ എപ്പോഴും ശല്യപ്പെടുത്തുന്ന ആ ജിയാങ്ങിനെ കുറിച്ചൊക്കെ ഇവർക്കറിയാം. അതുകൊണ്ട് അവന്റെ കൂടെ ജീവിക്കുന്ന മോൾക്ക് സന്തോഷമായിട്ടൊരു ജീവൻ തരത്തില്ലെന്നറിഞ്ഞ് ഇവളുടെ അമ്മ കുറെ പറഞ്ഞു വെക്കും. പക്ഷെ അവളാണ് അതൊന്നും കേൾക്കാതെ ഇനി അവളൊന്നും ശല്യപ്പെടുത്തത്തില്ലെന്നറിഞ്ഞ് ഇവളുടെ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുമ്പം ഇവളുടെ അമ്മയും അതെങ്ങനെ ഇവൾക്കറിയാന്ന് പറഞ്ഞ് വേണം ഇവളെ സമാനപ്പെടുത്താൻ വേണ്ടി നാളെ ഡുവാനെ വിളിച്ച് സംസാരിക്കാന്ന് പറഞ്ഞ് ഇവളെ പറഞ്ഞ് മനസ്സിലാക്കും. അതുകൊണ്ട് അടുത്ത ദിവസം ഡുവാൻ അവളുടെ അച്ഛനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ കിച്ചണിരുന്ന് സാക്ഷി അതെല്ലാം കേട്ടോണ്ടിരിക്കും. അപ്പോഴാണ് അവളുടെ അച്ഛനാണ് ഇവന്റെ കൂടെ ജീവിച്ച അവളുടെ ജീവിതം സന്തോഷമാകത്തില്ലെന്നറിഞ്ഞ് അവനെ തന്നെ ബ്രേക്കപ്പ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവൻ ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുമ്പം സാക്ഷി അപ്പൊ തന്നെ ഇത് കേട്ട് അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് നീ എവിടെയൊക്കെ പോകുന്ന ഡുവാൻ പറഞ്ഞ് അവനെ തടഞ്ഞു നിർത്തും. അപ്പോഴാണ് അവനും എനിക്കിപ്പോ ഒരു സ്ഥലം വരെ പോകണമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുമ്പം ഇവളും കുറച്ച് വിഷമിച്ചിരിക്കും. പക്ഷെ അവനാണ് ഇവളുടെ അച്ഛനമ്മ പറയുന്ന കറക്റ്റാന്ന് വിചാരിച്ച് അവൻ അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇവളുടെ അച്ഛനും ഡുവാൻ ഒരു നല്ല പയ്യനാണെങ്കിലും അവനിപ്പോ സെറ്റിൽ ആയിട്ടില്ല, അതുകൊണ്ട് അവന്റെ കൂടെ ജീവിതം ജീവിക്കുന്ന ഇവൾക്കൊരു നല്ല ലൈഫ് തരത്തില്ലെന്നറിഞ്ഞ് അതുകൊണ്ട് അവനെ വേണ്ടെന്ന് വെച്ചെന്നറിയും. അല്ലാതെ നമ്മൾ റിച്ച് ആയതുകൊണ്ടൊന്നല്ല അവന് വേണ്ടെന്ന് വെച്ചെന്ന് ഈ അച്ഛനും പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുമ്പോൾ അവളാണ് വിഷമിച്ചോണ്ട് എനിക്ക് ഡുവാനെ ഒത്തിരി ഇഷ്ടം വെച്ചാന്നറിഞ്ഞ് ഒന്നും കൂടെ അവനെ കുറിച്ച് ആലോചിക്കാൻ വേണ്ടി പറയും. അങ്ങനെ ഇവൾ തന്നെ വീട്ടുകാരോടൊന്ന് ഈ കാര്യം പറയാൻ വേണ്ടി ഇരുന്ന, പക്ഷെ അതിന് കുറച്ച് സമയമൊക്കെ എടുത്ത് ഇവൾ എങ്ങനെയാണ് ഡുവാനെ ഇഷ്ടപ്പെട്ട അതേപോലെ ഇവര് അവനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാ ഇവൾ ഇതുവരെ പറയാത്തെന്നറിഞ്ഞ് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളും ഡുവാനെ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നറിഞ്ഞ് കരഞ്ഞോണ്ട് റൂമിലേക്ക് ചെല്ലും. അതേസമയം ഇവിടെ അവനും അവളുടെ അച്ഛൻ പറഞ്ഞൊക്കെ ആലോചിച്ചോണ്ട് പോകുമ്പോഴാണ് സാക്ഷിയാണെ ഫോൺ വിളിച്ചിട്ട് ഇവനിപ്പോ എവിടാൻ ചോദിക്കും. അങ്ങനെ അച്ഛൻ പറഞ്ഞൊന്ന് സീനാക്കി എടുക്കാതെ ഇവള് പിന്നീട് അച്ഛനമ്മയോട് പറഞ്ഞ് ഈ പ്രശ്നമൊക്കെ സോൾവ് ആക്കാന്ന് പറയുമ്പം അവൻ ഇതെല്ലാം കേട്ടിട്ട് കുറച്ച് വിഷമിച്ച് ഓക്കെ എന്ന് മാത്രം പറയും. അപ്പോഴാണ് അവളും എങ്കിൽ പിന്നെ ഇവളുടെ കൂടെ ഒരുമിച്ച് കോളേജിലേക്ക് വരുവാൻ ചോദിക്കുമ്പം അവനും അത് പറ്റത്തില്ല, അവൻ ഇപ്പൊ തന്നെ തിരിച്ച് കമ്പനി ജോലി ചെയ്യാൻ വേണ്ടി പോകാന്ന് പറയും. അതുകൊണ്ട് ഇവള് പതിയെ ഫാമിലി ആയിട്ടൊക്കെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് വന്നാൽ മതി എന്ന് പറയും. അതിനെ ഇത് കേട്ട് അവളും എങ്കിൽ പിന്നെ അവിടെ വെച്ച് നമുക്ക് കാണാന്ന് പറയുമ്പം അവൻ ആലോചിക്കാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യും. അപ്പോഴാണ് ഇത് കേട്ട് സാക്ഷി വിഷമിച്ചിട്ട് അവൻ ആലോചിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഒരു അച്ഛൻ പറഞ്ഞ പോലെ ഇവനെ ബ്രേക്കപ്പ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞ് അവൾ അവനെ കുറിച്ച് തന്നെ ആലോചിച്ച് കരഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇവള് തോറ്റു കൊടുക്കാത്ത പോലെ ഡുവാനും നമ്മുടെ ലവ് തോറ്റു കൊടുക്കല്ലെന്ന് അറിഞ്ഞ് അവന് ധൈര്യം കൊടുക്കാൻ വേണ്ടി ഇവള് തീരുമാനിക്കും. അതുകൊണ്ട് അവൻ പോയി അടുത്ത ദിവസം തന്നെ ഇവള് കോളേജിലേക്ക് ചെല്ലുമ്പോഴാണ് ഈ കാര്യം അറിഞ്ഞ് ഡുവാനും ഇവൾ എന്തിനാ പറയാതെ പോലെ ഇത്രയും പെട്ടെന്ന് വന്നേന്ന് അറിഞ്ഞ് അവൻ അവളെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി ചെല്ലും. അപ്പോഴാണ് ഇതിനു മുമ്പ് അവൾ കണ്ട പോലെ തന്നെ എയർപോർട്ടിൽ ഇവന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അതിനുശേഷം അവൻ അടുത്തേക്ക് ചെന്നിരിക്കുമ്പം ഇവളും വിഷമിച്ചോണ്ട് ഇവൾക്ക് എത്രമാത്രം അവൻ ഇഷ്ടമെന്ന് അറിഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അതായത് അന്ന് അവള് ഇവളുടെ ഓൺലൈൻ ക്രഷിനെ കാണാൻ വേണ്ടി വന്നേന്ന് ഇവനോട് പറഞ്ഞത് കള്ളമെന്നറിയും. കാരണം സത്യത്തിൽ ഇവനെ കാണാൻ വേണ്ടിയാ അവൾ ആരോടും പറയാതെ ഇവിടെ കൊന്ന്. അങ്ങനെ ആ ചെയ്ത മണ്ടത്തരാണെങ്കിലും ഇവൾക്ക് അവനോട് അത്ര ഇഷ്ടമുള്ളതുകൊണ്ട് അവൾ ആരോടും പറയാതെ ഇവിടെ കൊന്നേന്നറിയും. പക്ഷെ അന്ന് ഇവന്റെ കൂടെ ജോലി ചെയ്യുന്ന കൊച്ചിനെ കണ്ട് ഇവള് ഗേൾ ഫ്രണ്ടോടെന്ന് വിചാരിച്ചിട്ട് അന്ന് കുറെ കാര്യഞ്ഞെന്ന് പറഞ്ഞ് ഇവനോട് പറയുമ്പം ഇവൻ ഇത് കേട്ട് അവളെ സമാനപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവളും ഒരു പേപ്പർ അവന്റെ കൊടുത്തിട്ട് ഇവൾ എത്രമാത്രം അവൻ ഇഷ്ടപ്പെടുന്നതെന്ന് ഇപ്പോഴെങ്കിലും അവനെ മനസ്സിലാക്കാൻ പറയും. അത് ഇപ്പൊ തുടങ്ങിയ ലവ് ഒന്നല്ല, ഇവൻ എപ്പോഴാണ് കണ്ട അപ്പൊ തൊട്ട് ഇവനെ ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞ് അവൾ അതൊക്കെ ഇപ്പൊ മനസ്സിലാക്കി കൊടുക്കുമ്പം അവനും ഭയങ്കര ഇമോഷണലാകും. അതുകൊണ്ട് അവന് സങ്കടത്തി അപ്പൊ ഞാൻ കാരണമാണോ നീ അന്ന് എയർപോർട്ടിൽ വെച്ച് കരഞ്ഞെന്നറിഞ്ഞ് ഇവൻ ഈ തവണ ഇവളെ കരയിപ്പിച്ച് അവളെ കുറെ വേദനിപ്പിച്ചെന്നറിയും. അതുകൊണ്ട് അവനും കുറച്ച് ഫീൽ ചെയ്ത് ഇതൊക്കെ എന്തിനാ പെട്ടെന്ന് എന്നോടൊന്ന് പറയുന്നതെന്നറിഞ്ഞ് അവനും ചോദിക്കുമ്പം ഇവൾ ഒരു ഇവളുടെ സ്നേഹം ഇപ്പം പറഞ്ഞ് മനസ്സിലാക്കില്ല, ഇവൻ ബ്രേക്കപ്പ് എല്ലാം ചെയ്യുന്ന പേടിച്ചിട്ടാ അവൾ ഇതൊക്കെ പറഞ്ഞെന്നറിയും. അപ്പോഴാണ് ഇത് കേട്ട് അവന് ഷോക്കായിട്ട് ഞാൻ എപ്പോഴും അങ്ങനെയൊക്കെ ചിന്തിച്ചെന്ന് ഇവളോട് ചോദിക്കുമ്പം ഇവനല്ലേ ഇന്നലെ ഫോൺ വിളിച്ചപ്പോ ഇവർ തമ്മിൽ ഇവിടെ കാണാന്ന് പറഞ്ഞിട്ടും അവൻ
ആലോചിക്കാന്ന് പറഞ്ഞ കാര്യം അവളിപ്പോ ബോധ്യപ്പെടുത്തും. അപ്പോഴാണ് അവനും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അവൻ ആലോചിക്കാൻ പറഞ്ഞത് ഇവളെ ബ്രേക്കപ്പ് ചെയ്യാനുള്ള ഉദ്ദേശത്തിലൊന്നല്ല. ഇവളുടെ അച്ഛൻ പറഞ്ഞ പോലെ ഇവന്റെ ജോലി സെറ്റിലാവാൻ വേണ്ടി ഇവൻ സ്വന്തമായിട്ട് ഒരു ഗെയിമിംഗ് സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചേക്കുക. അതുകൊണ്ട് അതിന്റെ കാര്യത്തിൽ ഇവൻ ഇവിടെ നിന്ന് ഇവളുടെ നാട്ടിലേക്ക് പോവാണ്. പിന്നെ ഇവർ തമ്മിൽ കണ്ടുമുട്ടത്തിലെന്നറിഞ്ഞ് അവൻ ആലോചിക്കാന്ന് പറഞ്ഞ്. അതുകൊണ്ട് അതും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ഇവൾ ആശ്വാസപ്പെട്ടിട്ട് എങ്കിൽ പിന്നെ എപ്പോഴാണ് ഇവിടെ നിന്ന് പോകുന്നതെന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പോഴാണ് അവനും അടുത്ത ആഴ്ച തന്നെ പോകാതിരുന്ന, പക്ഷെ ഇവൾക്ക് താല്പര്യമില്ല, ഇവൾ പഠിച്ചിറങ്ങുന്നവരെ അവൻ ഇവിടെ തന്നെ ജോലി ചെയ്യാന്ന് പറയും. അതിനുശേഷം അവൾ എങ്കിൽ പിന്നെ ഇത് മുമ്പേ പറഞ്ഞോടെന്ന് പറഞ്ഞ് ഇവൻ ജോലിക്ക് പോയാലും കുഴപ്പമില്ലെന്ന് അവനെ ഹഗ് ചെയ്ത് സമാധാനപ്പെടുത്തും. അങ്ങനെ അതിനുശേഷം കുറച്ച് ദിവസം ആലോചിച്ചിട്ട് ഡുവാൻ വീണ്ടും സാങ്ഷിയുടെ വീട്ടുകാരെ കാണാൻ വേണ്ടി ചെല്ലും. അപ്പോഴാണ് അവന്റെ കൂട്ടുകാരനും എന്തോ വലിയ ടെൻഷനാണെന്ന് പറഞ്ഞ് അവൻ അടുത്തിരുന്ന് കളിയായിക്കൊണ്ടിരിക്കും. അതിനെ ശിവലെല്ലാം കൂടെ കഴിക്കാൻ വേണ്ടി ചെല്ലുമ്പം ഡുവാനും ഇവര് പറഞ്ഞൊക്കെ ആലോചിച്ച് നോക്കിയിട്ട് അവനൊരു തീരുമാനത്തിലെത്തിന്ന് പറയും. അങ്ങനെ ഇവര് പറഞ്ഞ പോലെ തന്നെ ഏതൊരു മാതാപിതാക്കളും ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് അവർക്ക് സമ്മതിക്കാൻ മനസ്സ് വരത്തില്ല. അതുകൊണ്ട് അവനും ഇവന്റെ പുറകെ നടന്ന് ശല്യപ്പെടുത്തുന്ന ആ ജിയാങ്ങിന്റെ കാര്യത്തിൽ അവനിപ്പോ ഒരു ഫുൾ സ്റ്റോപ്പ് വെച്ചെന്നറിയും. അതുകൊണ്ട് ഇനി അവള് കാരണം ഇവനൊരു പ്രശ്നം വരത്തില്ല. അതുകൊണ്ട് ഇതിനുമുമ്പ് അവൻ കാരണം സാങ്ഷിക്കുണ്ടായ എല്ലാ പ്രശ്നത്തിനും അവനിപ്പോ സോറി ചോദിക്കും. ഇത് കേട്ട് അവളുടെ അച്ഛനമ്മയും കൂടെ എന്തായാലും മോന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെന്നറിഞ്ഞ് അവനെ ആശ്വാസപ്പെടുത്തുമ്പം അവന് സ്വന്തമായിട്ട് ഇപ്പൊ ഒരു ഗെയിമിംഗ് സ്റ്റുഡിയോ ലോഞ്ച് ചെയ്തെന്നറിയും. അതുകൊണ്ട് സാങ്ഷിയുടെ ജീവിതത്തിന് ഞാൻ ഒരു ബെറ്റർ ആയിട്ടുള്ള ജീവിതത്തിൽ കൊണ്ടുപോകുന്നറിഞ്ഞ് ഇവൻ കഷ്ടപ്പെട്ട് ഇവന്റെ ഹാർഡ് വർക്ക് എല്ലാം കൊടുക്കുമെന്നറിയും. ഒരേ ശിവന് റിച്ച് ആകാൻ പറ്റിയില്ലെങ്കിലും എന്തായാലും സാങ്ഷി വിഷമിക്കാത്ത രീതിയിൽ അവൾ എപ്പോഴും സന്തോഷത്തോടെ തന്നെ നോക്കുമെന്നറിഞ്ഞ് അവനിപ്പോ വാക്ക് കൊടുക്കും. ഇത് കേട്ട് അവളുടെ അച്ഛനും ചുമ്മാ വാക്ക് കൊടുത്താൽ പോരാ, അതൊക്കെ പ്രവൃത്തി കാണിക്കണമെന്നറിഞ്ഞ് അവൻ അഡ്വൈസ് ചെയ്യുമ്പം ഇതേക്കുന്ന അവളുടെ ചേട്ടനും എന്തോ വെച്ചാൽ എത്ര റൂഡായിട്ട് സംസാരിക്കുന്നറിഞ്ഞ് അവനെ സപ്പോർട്ട് ചെയ്യും. ഇനിയിപ്പോ അച്ഛനമ്മ ഉദ്ദേശിക്കുന്ന പോലെ വല്ല റിച്ച് ആയിട്ടുള്ള പയ്യന്മാര് കെട്ടിക്കൊടുത്താലും അവൻ കാരണം അവൾ സന്തോഷത്തോടെ ജീവിക്കുമെന്നറിഞ്ഞ് ഇവനിപ്പോ ഇവരെയൊക്കെ ചോദ്യം ചെയ്യും. ഇനിയിപ്പോ അവൾ സന്തോഷത്തിരിക്കണ അത് ഇവനെ കൊണ്ടേ പറ്റുമെന്ന് പറയുമ്പം ഇത് കേട്ട് അവന്റെ അമ്മയും നിന്റെ അച്ഛൻ പറയുന്ന ആദ്യം ഫുള്ളായിട്ട് കേക്കാടാൻ മണ്ടാന്ന് അവനെ മിണ്ടായിരിക്കാൻ പറയും. കാരണം ഇവന്റെ അച്ഛനും അമ്മയും കൂടെ ഇവനെ ചുമ്മാ ടെസ്റ്റ് ചെയ്തേ ഉള്ളു. ഒരേശം ഇങ്ങനെ ബ്രേക്കപ്പ് ഒക്കെ എന്ന് പറഞ്ഞ അവൻ സത്യത്തെ അവന്റെ ലവ് വിട്ടുകൊടുക്കോ അത് എല്ലാരെ പോലെയും അടുത്ത പെമ്പിള്ളേർ നോക്കാൻ പോവില്ലോ എന്ന് അവന്റെ ക്യാരക്ടറിനെ നോക്കാൻ വേണ്ടിയാ. അതുകൊണ്ട് ഇവർ എത്ര ശ്രമിച്ചു നോക്കിയിട്ടും അവൻ സാങ്ഷിയെ വിട്ടുകൊടുക്കാത്തോണ്ട് ഇവർക്ക് പൈസയുടെ ആവശ്യമൊന്നുമില്ല, ഇവൻ സന്തോഷമായിട്ട് നോക്കുമെന്ന് അവർക്ക് ഉറപ്പായെന്ന് പറയും. അതുകൊണ്ട് ഇത് മനസ്സിലാക്കുന്ന ഡുവാനും എങ്കിൽ പിന്നെ താങ്ക്സ് അങ്കിൾ ആന്റി എന്ന് പറഞ്ഞ് അവനും അത് ഹാപ്പി ആകും. അങ്ങനെ ഇവൻ വിശ്വാസം വരുത്തുന്നോ ഇല്ലോ എന്ന് അറിയാൻ വേണ്ടിയാണ് അവർ ടെസ്റ്റ് ഒക്കെ നടത്തിയത്. അതുകൊണ്ട് ടെസ്റ്റ് പാസ്സായി അളിയാന്ന് പറഞ്ഞ് അടുത്തിരുന്ന് സംജ്ഞാനം കളിയായിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഇവനെ സന്തോഷത്തി ഈ കാര്യം സാങ്ഷിയോട് പറയാൻ വേണ്ടി വരുമ്പം അവൾ അതിനുമ്പേ തന്നെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ടെന്ന് പറഞ്ഞ് ഇവൾക്ക് കോളേജിൽ നടന്ന ഒരു കോമ്പറ്റീഷന് അവൾ വിജയിച്ചെന്ന് പറയും. അതുകൊണ്ട് ഇവൾക്ക് ആ തേർഡ് പ്രൈസ് എന്ന് പറയുമ്പം അവനെങ്കിൽ പിന്നെ നമുക്കിതുപോയി പാർട്ടി ചെയ്യാന്ന് പറഞ്ഞ് അവളെ കറങ്ങാൻ വിളിക്കും. അപ്പോഴാണ് അവളും എങ്കിൽ പിന്നെ ഇവൻ പറയാമെന്ന ഗുഡ് ന്യൂസ് എന്താന്ന് പറഞ്ഞ് ചോദിക്കുമ്പം അവനും ഇന്ന് ഇവളുടെ വീട്ടുകാരെ കാണാൻ പോയെന്ന് പറയും. അങ്ങനെ അവർക്ക് ഇവരുടെ ലവ് സമ്മതാന്ന് പറയുമ്പം അത് കേട്ട് അവൾ സന്തോഷത്തി എനിക്ക് അപ്പോഴേ അറിയായിരുന്നു എന്റെ അച്ഛനമ്മയെ സമ്മതിക്കുന്നു. ഇനിയിപ്പോ ഡുവാൻ നീ നിന്നെ കുറിച്ച് ഒരിക്കലും താഴ്ത്തി വിചാരിക്കല്ലേ, ആരെന്തു പറഞ്ഞാലും എനിക്ക് നീ എപ്പോഴും ബെസ്റ്റാ എന്നിട്ട് അവൾ അവന് ധൈര്യം കൊടുക്കും. അങ്ങനെ അതിനുശേഷം ഒരു 6 മാസം കഴിഞ്ഞ് ഇവരുടെ അവളെ സന്തോഷത്തിൽ ഒരു ഫാമിലി ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുമ്പം ഡുവാൻ ക്രിയേറ്റ് ചെയ്ത ഗെയിം ആയിരിക്കും അവളുടെ അച്ഛൻ വീട്ടിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഡുവാനും അവളുടെ അമ്മയ്ക്ക് പാചകത്തിനൊക്കെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പം അവളുടെ അമ്മയും സാങ്ഷിയെ കഴിച്ച സ്നാക്സ് ഒക്കെ അവളുടെ റൂമിൽ തന്നെ വെച്ചേക്കാന്ന് പറഞ്ഞ് ഇവനെ ആ പാത്രം എടുക്കാൻ സഹായിക്കാൻ ചോദിക്കും. അതുകൊണ്ട് അവൻ അതെടുക്കാൻ വേണ്ടി അവളുടെ റൂമിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവനാണ് അവിടെ ഒരു പാവക്കൊട്ടിരിക്കുന്നിട്ട് ഇത് ഇവൻ ആദ്യമായിട്ട് ഇവൾക്ക് കൊടുത്തില്ലെന്നറിഞ്ഞ് അവൻ അതൊക്കെ ഓർത്ത് നോക്കി സന്തോഷപ്പെട്ടുകൊണ്ടിരിക്കും. അതിനുശേഷം അവളുടെ റൂം ഫുള്ള് നോക്കിയാലും ഇവൻ ഇവൾക്ക് വാങ്ങിച്ചെന്ന സാധനങ്ങളായിരിക്കും അവളിങ്ങനെ സൂക്ഷിച്ചു വെച്ചേക്കുന്നത്. കാരണം അന്ന് മിൽക്ക് വാങ്ങിച്ചു കൊടുത്ത ബോട്ടിൽ അവിടെ ഉണ്ട്. അതിനകത്ത് അവൾ എഴുതിയിട്ടേക്കുന്നൊക്കെ വായിച്ചു നോക്കുമ്പോഴാണ് അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം വീണ്ടും ഡുവാനെ കണ്ടുമുട്ടുന്നതെന്നറിഞ്ഞ് അവൻ എഴുതിയിട്ടേക്കുന്നൊക്കെ വായിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് വന്നിരിക്കുന്ന സാങ്ഷിയെ കണ്ട് ഇവനും ചിരിച്ചോണ്ട് എന്നെക്കാളും അവൾ എന്നെ കുറെ സ്നേഹിച്ചെന്നറിഞ്ഞ് അവളെ നോക്കി സ്മൈൽ ചെയ്യും. അങ്ങനെ ഈ ഒരു സീനോടെ നമ്മുടെ ഡ്രാമ ഇവിടെ അവസാനിക്കുവാണ്. ഹിഡൻ ലവ് എല്ലാവരും കണ്ടു കാണും, പക്ഷേ ഈ ഹിഡൻ ലവ് ഫോർ യു ആരും കണ്ടു കാണത്തില്ല. എല്ലാം ഒരേ കഥയാണെങ്കിലും സംഭവം ഒരു അടിപൊളിയായിട്ടുള്ള ഡ്രാമയാണ്. ഇനിയിപ്പോ ഈ ഡ്രാമ ഇഷ്ടപ്പെട്ടവര് എല്ലാരും കൂടെ ലൈക്ക് ചെയ്തിട്ട് പോ, എന്നാലേ നിങ്ങൾക്ക് ഈ ഡ്രാമ ഇഷ്ടപ്പെട്ടില്ലെന്ന് അറിയത്തുള്ളൂ. കൂടാതെ അടുത്ത എന്ത് ഡ്രാമ ഇടണം എന്നറിഞ്ഞ് താഴെ കമന്റ് ചെയ്യുക. അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണെടുത്ത് നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഇടാം. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രാമയെല്ലാം ചോദിച്ചോ, അത് ഓരോന്നായിട്ട് നമുക്ക് ഇട്ടുതരാം. ഇനിയിപ്പോൾ ഒരു പുതിയ ഡ്രാമയിൽ വീണ്ടും കാണാം.